ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബന്ധങ്ങളിലുള്ള കെട്ടുറപ്പ് മനുഷ്യന് സമാധാനം നൽകുന്നത് പോലെ തന്നെ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ മനുഷ്യന് അസമാധാനം പ്രദാനം ചെയ്യുകയും ചെയ്യും. സമാധാനത്തോടുകൂടി ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ അയാൾ അധ്വാനിക്കേണ്ടത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് വേണ്ടിയാണ് അയാൾ അധ്വാനിക്കേണ്ടത് എന്ന് പറയാൻ സാധിക്കും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. 55-ാം അധ്യായത്തിൽ 60-ാം ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ എന്ത്. ഒരു സമഗ്രമായ ഒരു ജീവിത രീതി എന്ന നിലയിൽ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ധാർമ്മിക വ്യവസ്ഥയെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒപ്പം ധാർമ്മികത നിറഞ്ഞ ഒരു ജീവിതത്തിന് പൂർണ്ണമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ഭൗതികത നിറഞ്ഞ വ്യർത്ഥമായ ആഗ്രഹങ്ങളും വ്യാമോഹങ്ങളും നിലകൊള്ളുന്ന ഈ ദുനിയാവിൽ സന്തുഷ്ട കുടുംബം എന്ന അനുഗ്രഹത്തെ പലരും നിസ്സാരമായി കാണുന്നുണ്ട്. ചിലപ്പോൾ അതിനെ അവഗണിച്ച് കളയുന്നു. അള്ളാഹു നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് നൽകിയ വ്യക്തികളുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ നിലനിർത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നാം പൂർത്തീകരിക്കേണ്ട ഒരു കരാർ പോലെയാകുന്നു നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളുടെ കെട്ടുറപ്പ്. മനുഷ്യർ എന്ന നിലക്ക് മറ്റുള്ളവരുമായി നാം ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധം നമ്മുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതിലേറെ പ്രധാനം നമ്മുടെ ഈമാനിൻ്റെ നിലനിൽപ്പിന് ഇങ്ങനെ ബന്ധം സ്ഥാപിക്കൽ ആവശ്യമാണ്. ഏതൊരു കുടുംബ വ്യവസ്ഥയിലും ഏറ്റവും നിർണായകമായ ബന്ധം അമ്മായിമ്മ മരുമകൾ ബന്ധമാണ്. ഏറ്റവും ദുർബലമായ ബന്ധം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. സത്യത്തിൽ തുടക്കം മുതൽക്ക് തന്നെ ആ ബന്ധത്തിൽ ഒരു പിരിമുറുക്കമുണ്ടാകും. എല്ലാത്തിനുമുപരി വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള രണ്ട് സ്ത്രീകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷണമാണല്ലോ ഇത്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളും വ്യത്യസ്തമായേക്കാം. അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളിൽ നിലകൊള്ളുന്ന അവരിൽ നിന്ന് സമൂഹം നല്ല ഉമ്മയെയും ഭാര്യയെയും പ്രതീക്ഷിക്കുന്നു. ഈ ബന്ധം സന്തോഷവും സമാധാനപരവുമായ രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സ്വതന്ത്രവും വ്യത്യസ്തവുമായ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് പോകുന്നത് എങ്ങനെയെന്നത് വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. അമ്മായി ഉമ്മ മരുമകൾ ബന്ധം ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു പ്രധാന ഘടകത്തിലൂടെയാണ്. ഒരു പുരുഷന് തൻ്റെ ഉമ്മയായും ഭാര്യയുമായും ഉള്ള ബന്ധം എത്രമാത്രം സന്തുലിതമാണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇത് നിർണായകവും ദുർബലവുമായ ഈ ബന്ധത്തിൻ്റെ കാതൽ നിർണ്ണയിക്കുന്നു. മരുമകൾ വീട്ടിൽ വന്ന് കയറുന്നതോടെ തൻ്റെ മകൻ്റെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഉമ്മ ഭയപ്പെടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മരുമകൾ മകൻ്റെ ജീവിതത്തിലെ മറ്റേ സ്ത്രീയാണ്. രണ്ടു സ്ത്രീകളും തമ്മിലുള്ള മത്സരം മകൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ മാത്രമല്ല, തനിക്ക് മുൻഗണന ലഭിക്കുവാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. തനിക്ക് മുൻഗണന ലഭിക്കണം, ഞാനാണ് അവൻ്റെ ജീവിതത്തിലെ പ്രധാന വ്യക്തി എന്ന് രണ്ടുപേരും ഒരുമിച്ച് ചിന്തിക്കുന്ന അവസ്ഥയാണുള്ളത്. മകൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മേൽ തനിക്ക് എത്രമാത്രം സ്വാധീനമുണ്ടെന്ന അളക്കലാണ് പലപ്പോഴും പെരുമാറ്റത്തിൽ കാണുക. കുടുംബത്തിലെ പ്രഥമ വനിത സ്ഥാനം കരസ്ഥമാക്കുവാനുള്ള പ്രയത്നമാണത്. അതേസമയം അങ്ങനെ ഒരു പ്രഥമ സ്ഥാനം നഷ്ടപ്പെട്ടേക്കുമോ എന്നൊരു ചിന്തയും രണ്ടു പേർക്കും വരാൻ സാധ്യതയുണ്ട്. അമ്മായി ഉമ്മമാർ ഭാഗികമായി ഉമ്മയുടെയും ഭാഗികമായി ഒരു സുഹൃത്തിൻ്റെയും പങ്ക് നിർവഹിക്കുന്നതോടൊപ്പം ചിലപ്പോൾ മരുമക്കളുടെ ജീവിതത്തിൽ ഭാഗികമായ ഒരു ഭീഷണിയും നിലനിൽക്കും എന്നത് ഒരു പരമ്പരാഗത ചൊല്ലുണ്ട്. മരുമകൾ ഒരിക്കലും മകളെപ്പോലെ ആകുന്നില്ല. എന്നിരുന്നാലും അവൾ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ വിവാഹശേഷം സംഭവിക്കുന്ന സുപ്രധാന കാര്യങ്ങളിൽ സ്വന്തം മേൽക്കോയ്മ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവരിൽ സംഘർഷഭരിതമായ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നതാണ് സത്യം. എന്നാൽ നമ്മൾ ഇത് ഒരു അമ്മായി ഉമ്മയുടെ വീക്ഷണകോണിൽ ദർശിച്ചാൽ കാര്യം വളരെ ലളിതമാണ്. അവർ തൻ്റെ മകന് ജന്മം നൽകിയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ പല തുറകളിൽ വിജയിക്കുവാനായി മകനെ നന്നായി
നന്നായി നയിക്കുന്നു. അവൻ വളർന്നു വലുതാകുമ്പോൾ ശാരീരികവും മാനസികവുമായ പിൻബലം നൽകുന്നു. ക്രമേണ മകൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും നല്ലൊരു ജോലി കരസ്ഥമാക്കുകയും ചെയ്യുന്നു. അതിനു വേണ്ടി ഉമ്മ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മകൻ്റെ ജീവിതത്തിൽ അവയുടെ സാന്നിധ്യവും സ്വാധീനവും സമാനതകൾ ഇല്ലാത്തത് തന്നെയാകുന്നു. മകന് വേണ്ടി ഉത്തമമായ പെൺകുട്ടിയെ കണ്ടെത്തുന്നതുൾപ്പെടെ അവന് വേണ്ടി നിരന്തരം വ്യാകുലപ്പെടുന്നു. മകൻ സ്വയം കണ്ടെത്തുന്നതായാലും താൻ കണ്ടുപിടിച്ചു കൊടുക്കുന്നതായാലും വരാനിരിക്കുന്ന മരുമകളുടെ ആഗമനത്തിനു വേണ്ടി ഒരുപാട് സ്നേഹത്തോടെ ഉത്സാഹത്തോടെയും ഒരുക്കങ്ങൾ നടത്തിയവരായിരിക്കും അമ്മായിയുമ്മ. അവർ രണ്ടുപേരും സന്തോഷത്തോടെയും മന്ദഹാസത്തോടെയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സ് അഭിമാനം കൊണ്ട് സ്ഫുരിച്ചിട്ടുണ്ടാവാം. പക്ഷേ പൊടുന്നനെ എല്ലാം കെട്ടടങ്ങി കാര്യങ്ങളുടെ ഗതി മാറുവാൻ തുടങ്ങി. പിന്നെ എന്താണ് അവർക്കിടയിൽ സംഭവിക്കുന്നത്? പരസ്പരമുള്ള സമീപനങ്ങളിൽ വിരക്തിയും കുറ്റപ്പെടുത്തലുകളും വന്നു ചേരുന്നു. കാരണം സ്വന്തം കാഴ്ചപ്പാടുകളുടെയും പ്രതീക്ഷകളുടെയും വ്യത്യാസങ്ങളെക്കുറിച്ച് ഉള്ള അവബോധം അവർക്കില്ലാത്തത് കൊണ്ടാണ്. പരസ്പരം മനസ്സിലാക്കുവാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള പരിശ്രമത്തിനായി അവർ മുൻകൈ എടുക്കുന്നില്ല താനും. ഇതേ തുടർന്ന് രണ്ടുപേർക്കുമിടയിൽ നീരസം വർദ്ധിക്കുകയും പരസ്പരം വിശ്വാസം കുറയുകയും ക്രമേണ ആശയവിനിമയം പോലും നിലക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു അവസ്ഥയിൽ രണ്ടുപേരുടെയും ജീവിതം പിരിമുറുക്കം നിറഞ്ഞതായിത്തീരുന്നു. എന്തായിരുന്നാലും ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് പരസ്പര പൂരിതമാകുന്ന വ്യത്യാസങ്ങളുടെ തത്വത്തിലാണ്. എല്ലാ കാര്യങ്ങളും യഥാവിധി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഖുർആനിൽ ഇതിനെക്കുറിച്ച് മഹത്തായ ഒരു ആയത്തുണ്ട്. ലശംസി യംബഗി ലഹ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനൊക്കുകയില്ല, രാവ് പകലിനെ മറികടക്കുന്നതുമല്ല. ഓരോന്നും ഓരോ നിശ്ചിത പ്രവണതയിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആയത്തിനെ ആഴത്തിൽ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ എത്രമാത്രം ഉത്തമമായ രീതിയിൽ നിലനിർത്തിയിരിക്കുന്നുവെന്ന്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മറ്റു ഗ്രഹങ്ങൾ എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ തന്നെ ക്രമത്തോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം കൂട്ടിയിടിക്കാതെ കൃത്യമായ ഒരു ക്രമത്തിൽ അവ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്രകാരം അമ്മായിയുമ്മയും മരുമകളും സന്തോഷത്തിലും സമാധാനത്തിലും ഐക്യത്തിലും നിലനിന്നു പോരുന്ന പല ഗ്രഹങ്ങളുമുണ്ട്. പക്ഷേ അപ്പോൾ എന്താണ് അതിന് കാരണം? ഏറ്റവും ഉത്തമവും ദൃഢവുമായ പ്രതിവിധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മനസ്സിലാക്കി പ്രവർത്തിക്കലും നബിയന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റലുമാകുന്നു. അത് അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിച്ചാൽ നാം വിജയിക്കുക തന്നെ ചെയ്യും. ഫഇന്ന ഹാദൽ ഖുർആനെ സബബുൻ തറഫഹു ബി യദില്ല വതറഫി ഐദീകും ഫതമസ്സകു ബിഹി ഫഇന്നകും ലൻ തളില്ലു വലൻ തുഖ്ലിഖു ബഅദഹു അബദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം ഈ ഖുർആൻ ഒരു കയറാണ്. അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാകുന്നു, അതിൻ്റെ മറ്റേ അറ്റം നിങ്ങളുടെ കൈകളിലും. അതിൽ മുറുകെ പിടിച്ചുകൊള്ളുക. നിങ്ങൾ വഴികേടിലാകാതിരിക്കുവാനും നാശത്തിൽ പതിഞ്ഞു പോകാതിരിക്കുവാനും അത്രയാതെ. നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഈ ബന്ധം സമാധാനപൂർണമായും സുഗമമായും തുടരുവാൻ നമുക്ക് സാധിക്കും. 1. നിങ്ങൾ സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും സഹായം തേടുവിൻ. ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹുവുണ്ട്. സഹനം പാലിച്ചും നമസ്കാരം നിർവഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? 2. ഉപകാരപ്രദമായ അറിവ് സമ്പാദിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കുക. പല നിലക്കും അറിവ് സമ്പാദിക്കുകയും എന്നാൽ അറിവ് ഒരു ചില്ലിക്കാശിനു പോലും പ്രയോജനപ്പെടാത്ത രൂപത്തിൽ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. അറിവ് ലഭിച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൻ്റെ ഇടവും ധൈര്യവും മാനസിക വിശാലതയും മനുഷ്യനാവശ്യമാണ്. 3. കാര്യം, മരുമകളോടുള്ള കടമകൾ ആത്മാർത്ഥമായി നിറവേറ്റുന്നതിനായി അള്ളാഹുവിനോട് മാർഗദർശനത്തിനായി പ്രാർത്ഥിക്കുക. ഏതൊരു നന്മക്കും തൗഫീക്കിനായി പ്രാർത്ഥിക്കുക എന്നത് മുഅ്മിനിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്.
നാലാമത്തത് അള്ളാഹുവാണ് ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെന്ന് സദാ പൂർണ്ണ ബോധ്യമുണ്ടാവുക. ഈ ബന്ധത്തെ കെട്ടുറപ്പുള്ളതാക്കാൻ സാധിക്കുന്നത് അവന് മാത്രമാകുന്നു. അള്ളാഹുവാണ് മനസ്സിൽ കരുത്തിട്ടു തരുന്നത്, സ്നേഹമിട്ടു തരുന്നത്, ബന്ധത്തെ നിലനിർത്താനുള്ള ആശയങ്ങൾ ഇട്ടുതരുന്നത്. മറ്റുള്ളവർ ഇങ്ങോട്ട് സ്നേഹവും ആദരവും കാണിച്ചില്ലെങ്കിലും തൻ്റെ സമീപത്തിലും പ്രവർത്തനത്തിലും ആത്മാർത്ഥത നിലനിർത്തുക എന്നത് പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം ഓരോ കർമ്മവും നാം ചെയ്യേണ്ടത്. ഖുർആനിൻ്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് കടക്കുമ്പോൾ ഈ ബന്ധത്തിനൊരു പുതിയ മാനം ലഭിക്കുന്നു. ക്രമേണ വ്യത്യാസങ്ങൾ അംഗീകരിക്കുവാനും ഹൃദയങ്ങളുടെ അകലം കുറക്കുവാനും ഇത് കാരണമാകുന്നു. പൂർണ്ണ മനസ്സോടെ പരസ്പരം അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്നു. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും സാധിക്കുമ്പോൾ അത്യുജ്വലമായ ഒരു കെട്ടുറപ്പ് ഈ ബന്ധത്തിൽ ലഭിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ബന്ധം ആ കുടുംബാംഗങ്ങളുടെ ജീവിതങ്ങളിൽ അവിടെ ഇഹത്തിലും പരത്തിലും ഗുണകരമാം വിധം നന്മകൾ വിളയിക്കുന്ന ഒരു ബന്ധം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിരിൻ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാനി അസ്സ വജൽ വകിൽതാ യദൈഹി യമീനുൻ അല്ലദീ യഅദിലൂന ഫീ ഹുക്മിഹിം വഅഖ്ലീഹിം വമാ വലൗ. നിശ്ചയമായി നീതിമാന്മാർ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശം കൊണ്ടുള്ള മിമ്പറുകളിലായിരിക്കും. ഉന്നതനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ വലതു കൈയുടെ അടുക്കൽ അവൻ്റെ 2 കരങ്ങളും വലുതാകുന്നു. നീതിപൂർവകമായ ന്യായവിധികൾ നടപ്പാക്കിയവരും തങ്ങളുടെ കുടുംബങ്ങളിൽ നീതിപൂർവ്വം നിലകൊണ്ടുപോരുന്നവരും പിന്നെ അവൻ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും നീതി നിലനിർത്തിയവരും. അപ്പോൾ നീതിയോടുകൂടി നമ്മൾ പെരുമാറുമ്പോൾ, അനീതി ചെയ്യാതിരിക്കുമ്പോൾ ഏത് കാര്യവും ഭംഗിയാക്കാനും ഏത് കാര്യത്തെയും നമുക്ക് ഗഡ്സോടുകൂടി ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ വിട്ടുപോകുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാതെ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വിജയികളായിത്തീരണം. അല്ലാഹു തആല അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ.